ഹായ് ഓൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് IPS ക്ലർക്ക് 2025 ഇന്നത്തെ ഷിഫ്റ്റ് നവംബർ 29 നടന്ന രാവിലെ 7-9 മണിക്ക് നടന്ന ഷിഫ്റ്റ്, അതിനെക്കുറിച്ച് അനാലിസാണ് നമ്മൾ നടത്തുന്നത്. SBI ക്ലർക്ക് കഴിഞ്ഞ ആഴ്ച നടന്നു, ഈ ആഴ്ച IPS ക്ലർക്ക് മെയിൻസ് നടന്നു. രണ്ടിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ SBI ക്ലർക്ക് എഴുതിയ കുട്ടികൾക്ക് ഇച്ചിരി കൂടെ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റി. IPS മൊത്തത്തിലൊരു കരുണ കാണിച്ചിരിക്കുന്നു ഈ പ്രാവശ്യം എന്ന് പറയാം. എല്ലാ സബ്ജക്ട്സും ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലേക്കാണ് പോയത്. എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, എങ്ങനെയാണ് വന്നിട്ടുള്ളത്, മൊത്തത്തിൽ എന്തൊക്കെ ടോപ്പിക്സാണ് വന്നത്? കാരണം ഇപ്രാവശ്യം പുതിയ മാറ്റങ്ങളുമായിട്ടാണ് IPS വന്നത്. അപ്പോൾ എക്സാം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് മാറി. എങ്ങനെയൊക്കെയായിരുന്നു സബ്ജക്റ്റിൻ്റെ അലോക്കേഷൻ വന്നിട്ടുള്ളത്, ടോപ്പിക്സിൻ്റെ അലോക്കേഷൻ എങ്ങനെയായിരിക്കും, കട്ട് ഓഫ് വരാൻ ചാൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കാണുന്നത് നവംബർ 29 ഷിഫ്റ്റ്, ഇന്നത്തെ ഒരു ഷിഫ്റ്റ് എന്ന് കൂട്ടാം, ഇനി ഡിസംബർ 2 ഒരു ഷിഫ്റ്റും കൂടെ ഉണ്ട്. ഇന്ന് നടന്ന എന്താണ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സെക്ഷൻസും ഈസി ടു മോഡറേറ്റ് എന്ന ലെവലിലേക്കാണ് വന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും ടഫ്, അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നില്ല. കാരണം 2 സെക്ഷൻസ് ഉള്ളത് കൊണ്ട് അറ്റംപ്റ്റ് പോലെ അല്ല മാർക്ക് വരുന്നത്, അതെപ്പോഴും ഓർത്തോളുക. എന്നാൽ SBI ക്ലർക്ക് അങ്ങനെയല്ല, എത്ര അറ്റംപ്റ്റ് ഉണ്ടോ അത്രയും മാർക്കാണ് വരുന്നത് ശരിയാണെങ്കിൽ. ആദ്യം കുട്ടികൾക്ക് വന്നത് ആദ്യം സീക്വൻസ് ഇതാണ്, ഞാനിത് പറയുന്നതല്ല. GA വന്നു, 2 ഇംഗ്ലീഷ് വന്നു, ദെൻ റീസണിങ്, ദെൻ QA. ഇങ്ങനെ 4 സെക്ഷനായിട്ടാണ് വന്നത്. നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് നമ്മുടെ മെയിൻ ടോപ്പിക്സ്, റീസണിങ്, QA, ഏതൊക്കെ ടോപ്പിക്സാണ് വന്നത്. കാരണം അവർക്ക് സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ടായിരുന്നു. ഏതൊക്കെ ടോപ്പിക്സ് ആയിരുന്നു വന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ അനാലിസിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് QAയിലേക്ക് പോകാം. QAയുടെ ഇപ്രാവശ്യം ഇത് എല്ലാം ഈസി ടു മോഡറേറ്റ് എന്ന് പറഞ്ഞാലും ഉള്ളതിൽ ടഫ് QA ആയിരുന്നു. ടഫ്നെസ്സിലേക്ക് നോക്കുമ്പോൾ QA ആണ് ഏറ്റവും ടഫായിട്ട് എനിക്ക് തോന്നിയത്, ഇല്ലേ കുട്ടികളുടെ റെസ്പോൺസിൽ നിന്ന് തോന്നിയത്. എല്ലാവരും ഈസി ടു മോഡറേറ്റ് ആയിരുന്നു, കാരണം സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ടായിരുന്നു. 15 ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ, 2 മാർക്കിന്, സെക്ഷൻ ബിയിൽ 20 ക്വസ്റ്റ്യൻ എന്നുള്ളത്, ഇതായിരുന്നു ആ ഒരു അലോക്കേഷൻ വരുന്നത്. സെക്ഷൻ എയിൽ ഒരു DI വന്നു, പൈ ചാർട്ട് പ്ലസ് ടേബിളായിരുന്നു. ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള സബ്ജക്റ്റുകളെ കുറിച്ചുള്ള 5 മാർക്കിനുള്ള 5 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 2 10 മാർക്കിന് അത് വന്നിട്ടുണ്ടായിരുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെക്ഷൻ എയിലും ബിയിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ടഫ്നെസ് അനുസരിച്ച് 2 ക്വസ്റ്റ്യൻ എയിലും വന്നു, 2 ക്വസ്റ്റ്യൻ ബിയിലും വന്നു. അപ്പോൾ 2 × 2 4 മാർക്ക്. മിസ്സിംഗ് സീരീസ് ആൻഡ് റോങ് സീരീസ്, അങ്ങനെ 2 ഇതാണ് വന്നത്. ടഫായിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ഡൂവബിൾ ആയിരുന്നു. 2 ക്വസ്റ്റ്യൻ മിസ്സിംഗ് സീരീസും 1 റോങ് സീരീസുമാണ് വന്നത്. ഡാറ്റാ സഫിഷ്യൻസി 3 സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഡാറ്റാ സഫിഷ്യൻസിയുടെ 3 ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ടോട്ടൽ 6 മാർക്കിന് വന്നായിരുന്നു. അരിത്തമെറ്റിക് 2 എണ്ണം ഇവിടേക്കും വന്നു, 4 എണ്ണം അവിടേക്കും വന്നു. ഇതിവിടെ ഉള്ളത് ഒരു അപ്സ്ട്രീം ഡൗൺ സ്ട്രീമും ഒരു ട്രെയിനിൻ്റെ ഇതുമായിരുന്നു. 2 മാർക്ക്, മൊത്തം 15 എണ്ണം സെക്ഷൻ എയിൽ വന്നു. അവിടെ അപ്രോക്സിമേഷൻ ഞാനെന്ന് പറഞ്ഞ പോലെ 5 മാർക്കിന് എന്തായാലും അപ്രോക്സിമേഷൻ വന്നു, അത് ഡൂവബിളായിരുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അവിടെ ഇച്ചിരി കൂടെ എളുപ്പമായിരുന്നു. ഡാറ്റാ സഫിഷ്യൻസി ഇച്ചിരി കൂടെ എളുപ്പമുള്ളത് 3 സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വന്നിരുന്നു. ദെൻ ബാർഗ്രാഫ് ഒരെണ്ണം, അതായത് ഒരു DI ഇവിടെ വന്നായിരുന്നു, ഒരു കേസ്ലെറ്റും വന്നു. ബാർഗ്രാഫ് ഗെയിംസിൻ്റെ ആയിരുന്നു, ചെസ്സിൻ്റെ വിൻ ലോസ് ആ ഒരു ഇതായിരുന്നു. കേസ്ലെറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ്, 3 സ്കൂളിൽ പഠിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ ഡേറ്റാസ് ആയിരുന്നു. അതിൻ്റെ അരിത്തമെറ്റിക് ഇതായിരുന്നു ഇതിലേക്ക് വരുന്നത്. QAയുടെ ഇത് നോക്കിയാൽ നിങ്ങളുടെ നല്ലൊരു അറ്റംപ്റ്റിലേക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സെഷൻ എയിലേക്ക് നോക്കിയാൽ ഇവിടെ ഒരു 6 to 8 അവർക്ക് ചെയ്യാമായിരുന്നു. 6 to 8 എണ്ണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 12 to 16 മാർക്സിന് നിങ്ങൾക്കിവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നാൽ അപ്രോക്സിമേഷനും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഏകദേശം നമുക്ക് 6 to 9 ചെയ്യാൻ പറ്റും. ഞാൻ അതിൽ കൂടുതൽ ചെയ്യുന്ന കുട്ടികളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞേ. ഒരു സാധാ ഇതിലേക്ക് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടികൾക്ക് 6 to 9 വരെ പോകാൻ പറ്റും, അതായത് 6 to 9 മാർക്സ്. ടോട്ടൽ 16ഉം 9ഉം ഒരു നിങ്ങൾക്ക് മൊത്തത്തിൽ QAയുടെ ഒരു ഇതിലേക്ക് പോയാൽ ഒരു 22 to 26 ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് ടോപ്പിക്സും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് അറ്റംപ്റ്റ് ഇതിന് മേലിലുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ 22 to 26 ഒരു 20 എന്ന് തന്നെ നമുക്ക് കൂട്ടാം. കാരണം അത്ര പറഞ്ഞ പോലെ ഈസി ടു മോഡറേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല QA. നമുക്ക് അടുത്തതിലേക്ക് പോകാം. QA കഴിഞ്ഞു, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. റീസണിങ് എന്ന നമ്മുടെ ടോപ്പിക്സിലേക്ക് പോകാം.
റീസണിങ് എളുപ്പം ആയിരുന്നു. ക്യു എ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇച്ചിരും കൂടെ നിങ്ങൾക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ സ്ട്രാറ്റജീസിൽ നിങ്ങളുടെ റീസണിങ്ങിൻ്റെ മാർക്ക് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ അപ്പോയിൻമെൻറ്റ് നിങ്ങൾ പ്രത്യേകം ഞാൻ പറഞ്ഞായിരുന്നു. കാരണം 20 ക്വസ്റ്റ്യനാണ് സെക്ഷൻ എയിൽ നിന്ന് വന്നത്, 20 ക്വസ്റ്റ്യൻ സെക്ഷൻ ബിയിലേക്ക് വന്നു. ആ സെക്ഷൻ എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അറ്റംപ്റ്റ് കുറഞ്ഞേക്കാം, പക്ഷേ നിങ്ങളുടെ മാർക്ക് കൂടും. അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ആയിരുന്നു ടോപ്പിക്സ്. സെക്ഷൻ എയിൽ 3 പസിലാണ് വന്നത്. ഒന്നൊരു ഇയർ പസിൽ 8 ആളുകൾ 2 വേരിയബിൾ വെച്ചിട്ട് ഉള്ള ഇത്. സോ അതൊരു ഡുവബിൾ പസിലായിരുന്നു. അതിനകത്ത് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു. 6 പേഴ്സൺ നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്. അവിടെ 2 വേരിയബിൾ എന്ന ഇതിലേക്കാണ് വന്നത്. എല്ലാം 5 ക്വസ്റ്റ്യനാണ്, ഓർക്കുക. ദെൻ ഒരു ഓർഡർ റാങ്കിങ് പസിലായിരുന്നു. ഇത് രണ്ടും ഫസ്റ്റത്തെ രണ്ടും ഡുവബിൾ ആയിരുന്നു എന്ന് തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. അതിനകത്ത് ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 3 പസിൽ ചേർന്നായിരുന്നു ഇപ്രാവശ്യത്തെ സെഷനെ. ദെൻ കോഡിങ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കോഡിങ്, കണ്ടീഷൻ കോഡിംഗ് ആണ് അവർ സെക്ഷൻ എയിൽ ചേർത്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാം പസിൽ വരില്ല എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഒരു കോഡിങ് വരാം, ഇൻപുട്ട് വരാം. എന്നാൽ കണ്ടീഷൻ കോഡിംഗ് ആണ്, ടേബിൾ ബേസ് ഡിജിറ്റ് സിമ്പല് കൊടുത്തത്, അതിനനുസരിച്ച് ഇത് ലെറ്ററാക്കി കാണിക്കുക എന്നുള്ളതാണ്. സോ നിരവധി കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. 5 എണ്ണം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 20 ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ നിന്നുണ്ടായിരുന്നു. എന്നാൽ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും അവർ ഒമിറ്റ് ചെയ്തു. ലോജിക്കൽ റീസണിങ്, ക്രിട്ടിക്കൽ റീസണിങ് ഉണ്ടായിരുന്നു, ഇൻഫറൻസ്, അസംഷന്, കൺക്ലൂഷന്, കോഴ്സ് ഓഫ് ആക്ഷൻ, അങ്ങനെ 7 മാർക്കിന് ഒറ്റ മാർക്കിൻ്റെ അതുണ്ടായിരുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് 5 മാർക്ക് ഉണ്ടായിരുന്നു. നല്ല ഡൂവബിളായിട്ടുള്ള ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടായിരുന്നു. ലോജിക്ക് അത്യാവശ്യം കത്തുന്ന ഒരു ഇതായിരുന്നു. ഡാറ്റ സഫിഷ്യൻസി 2 സ്റ്റേറ്റ്മെൻറ്റ് 3 എണ്ണം ഉണ്ടായിരുന്നു. അത് പസിലുകളായിരുന്നു. അത് ഇച്ചിരി ടൈം ടേക്കിംഗ് ആയിരുന്നു. ബ്ലഡ് റിലേഷൻ 1 മാർക്കിൻ്റെ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള പാസേജ് ടൈപ്പായിരുന്നു ഇതിലേക്ക് വന്നത്. കോഡഡ് ഡയറക്ഷൻ ഉണ്ടായിരുന്നു 3 മാർക്കിന്. സാധാരണ കാണുന്ന അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കോഡഡ് ഡയറക്ഷനായിരുന്നു. മിസ്ലേനിയസ് മീനിങ് ഫുൾ വേർഡിൻ്റെ 20. അങ്ങനെ 20 മാർക്ക് അവിടേക്ക് വന്നു. ഇനി എങ്ങനെയാണ്, എത്ര ചെയ്താൽ നമുക്കിവിടെ റീസണിങ്, ഞാൻ പറഞ്ഞല്ലോ എത്ര നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ, റീസണിങ് നിങ്ങൾക്ക് ഇവിടെ ഒരു 10 ക്വസ്റ്റ്യൻ സുഖമായിട്ട് ചെയ്യാവുന്ന, സുഖമായിട്ട്, ഞാൻ 10 മാത്രമേ പറയുന്നുള്ളൂ. എന്നിരുന്നാലും ഒരു 10-12 ഒരു നല്ല അറ്റംപ്റ്റാണ്. 10-12 ഒരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ 20-24 മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റുമായിരുന്നു സെക്ഷൻ എ അറ്റൻഡ് ചെയ്തായിരുന്നെങ്കിൽ. ദെൻ ഇവിടേക്ക് നോക്കി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡുവബിൾ ആയിരുന്നു. നിങ്ങൾ ക്രിട്ടിക്കൽ റീസണിങ് എത്രമാത്രം ചെയ്തില്ലെങ്കിലും അതിൻ്റെ എത്രമാത്രം റിലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഡാറ്റ സഫിഷ്യൻസി ഇച്ചിരി ടൈം ടേക്കിംഗ് ആയിരുന്നു. എന്നിരുന്നാലും നിങ്ങൾക്കിവിടെ ഒരു 6-10 ചെയ്യാമായിരുന്നു. സോ ഞാനൊരു നല്ല ഇതിൽ പറഞ്ഞാൽ റീസണിങ്ങിൽ ഒരു ഇപ്രാവശ്യത്തെ ഒരു ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 26-33 ഒരു നല്ല ഇതിലായിരുന്നു. 26-33 ഒരു നല്ല ഇതിലേക്ക് പോയി. റീസണിങ് ആരാണോ നല്ലപോലെ ചെയ്യുന്നത് അവർക്ക് നല്ലപോലെ, ഇവിടെ അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അറ്റംപ്റ്റ് കൂടിയിട്ട് കാര്യമില്ല. അറ്റംപ്റ്റ് കുറഞ്ഞാലും ഇവിടെയാണ് മാർക്ക് കയറുന്നത് നോക്കുക. അപ്പോൾ മാർക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് റീസണിങ് നല്ലൊരു ഇത് തരും. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മളൊരു 31-ൽ പിടിച്ച് നിൽക്കുക. 31 വരുമ്പോൾ തന്നെ കട്ട് ഓഫ് ഒരു 90 വരുവാണെങ്കിൽ തന്നെ നമ്മുടെ അത് 33% അത് കൊണ്ടുപോയെന്ന് ഓർക്കുക. അതെപ്പോഴും ഓർക്കുക. സോ റീസണിങ് ഇതായിരുന്നു സ്ട്രക്ചർ കണ്ടത്. നമുക്ക് അടുത്തതിലേക്ക് ഇറക്കാം. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇംഗ്ലീഷ് എന്തായിരുന്നു വന്നത്? ഇംഗ്ലീഷ് താരതമ്യേന എളുപ്പമായിരുന്നു. നമുക്ക് ആദ്യം എളുപ്പം ആരാണെന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം റീസണിങ്ങും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. സോ അതാ ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് SBI ക്ലർക്ക് എഴുതിയവരെ ഓർക്കുമ്പോൾ വളരെ ആശ്വാസകരമായ, ഇംഗ്ലീഷ് പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്രാവശ്യത്തെ ഇതിലേക്ക് വന്നത്. നല്ല അറ്റംപ്റ്റിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷാണ് വന്നത്. SBI ക്ലർക്കിനെ അപേക്ഷിക്കുമ്പോൾ 2 കോംപ്രിഹെൻഷൻ വന്നു. മൊത്തം 7, 6, 13 മാർക്കിന് വന്നു. ഫസ്റ്റ് വൺ US ഫെഡറൽ മോണിറ്ററി പോളിസിയെക്കുറിച്ചുള്ള ഇതാണ്. അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതാണ്. റീഡിംഗ് കോമ്പിനേഷൻ. രണ്ടാമത്തേത് ജീനോം ബേസ്. രണ്ടും അത്യാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. എന്നാൽ 1-2 മാത്രം ഒന്ന് ആലോചിച്ച് ഇത് ചെയ്യുന്നതിനെക്കുറിച്ച് ഓർക്കുക. എറർ സ്പോട്ടിംഗ് ഉണ്ടായിരുന്നു 3 എണ്ണത്തിന്. ഫില്ലേഴ്സ് ഓർ ക്ലോസ് അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്, ജമ്പിൾഡിന് പകരം സെൻറ്റൻസിനെ ജമ്പിൾ ചെയ്ത് ഇത് ചെയ്തു. ഫ്രേസ് യൂസേജ്, സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ്, കണക്റ്റേഴ്സ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, കോളം ബേസ്ഡ് മാച്ച് കോളം ഉണ്ടായിരുന്നു, സ്റ്റാർട്ടർ, കണക്ടർ എല്ലാം മിസ്ലേനിയസ്. നിങ്ങൾക്ക് വേണ്ടുന്ന ഇംഗ്ലീഷ്
നല്ലപോലെ ഇത് ചെയ്യേണ്ട ആൾക്കാർക്ക് നല്ലൊരു സന്തോഷ ഇതാണ്. ഇംഗ്ലീഷ് എങ്ങനെയായാലും നിങ്ങൾക്ക് എബവ് 30 ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. എന്നാലും ഞാനൊരു 28 to 33 പറയാം. ഞാൻ എബവ് 30 സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ ഉള്ള ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് വരുന്ന ഇംഗ്ലീഷിനായിരുന്നു. അറ്റംപ്റ്റ് മാർക്കല്ല ഞാൻ പറഞ്ഞത്, അറ്റംപ്റ്റ് വരുന്നത് ഇംഗ്ലീഷിനായിരുന്നു. കാരണം 30 നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും എബവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നിങ്ങളൊരു എവിഡ് റീഡറാണോ, നല്ല ഇതുള്ള ആളാണോ ഇംഗ്ലീഷിൽ, നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ അപ്പോയിൻമെൻറ്റ് മിക്കവാറും ഉറപ്പാണ്. നിങ്ങൾ റീസണിങ്ങും ക്യൂയും കൂടെ നല്ലപോലെ ചെയ്താൽ മിക്കവാറും ഉറപ്പാണ്. അതാണ് ഇംഗ്ലീഷിന് ഈ പ്രാവശ്യം നിങ്ങളുടെ അപ്പോയിൻമെൻറ്റിനുള്ള പ്രസക്തി. സോ ഇതായിരുന്നു ഇംഗ്ലീഷിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇനിയും ജി എയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. SBI ക്ലർക്കിൻ്റെ പാറ്റേണിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ കൂടുതൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സാണ് ചോദിച്ചത്. SBIക്ക് കറണ്ട് അഫയേഴ്സ് കൂടുതൽ ചോദിച്ചപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണ്, അവയർനെസ്സാണ് കൂടുതലായിട്ട് ചോദിച്ചത്. സ്കീംസിനെ കുറിച്ച് ചോദിച്ചു, പിന്നെ സ്പോർട്സിനെ കുറിച്ച് ഏകദേശം 3 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു. സ്റ്റാറ്റിക് GK ചോദിച്ചു. അങ്ങനെ എല്ലാം വേണ്ടതെല്ലാം ഇത് ചെയ്ത് കൂടുതൽ ഫിനാൻഷ്യൽ അവെയർനെസ്സിന് പ്രാമുഖ്യം കൊടുത്തുള്ള ഒരു GK ആയിരുന്നു. നിങ്ങൾക്ക് ബാക്കിയുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ അതിൻ്റെ പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇപ്രാവശ്യവും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് ചോദിച്ചത്. അങ്ങനെ ഓരോ കാര്യം, അവിടെ കാനഡയുടെ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്രാവശ്യം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററെ കുറിച്ച് ചോദിച്ചു. സ്കീംസും യോജനസും എല്ലാം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു 20 എബോവ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു GK ആയിരുന്നു. SBI ക്ലർക്കിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ, കാരണം സെക്ഷൻ A ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു 2-3 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. സെക്ഷൻ Bയിൽ നിന്ന് ഏകദേശം ഒരു 10 എണ്ണം ഒരു ഇതിലേക്ക് വരുമ്പോൾ 10 to 15 20ൻ്റെ മേളിൽ ചെയ്തവരുണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെയാലും ഒരു 20-25 ഒരു നല്ല അറ്റംപ്റ്റാണ്. സോ ഇതാണ് മൊത്തത്തിൽ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അനാലിസിസ്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞതിനെ ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞോട്ടെ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു, എന്നാൽ ചുരുക്കത്തിൽ പറഞ്ഞോട്ടെ. ടഫ് ലെവൽ ഇങ്ങനെയായിരുന്നു: QA, GK, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്, അത് കഴിഞ്ഞ് റീസണിങ്. ഞാൻ മാർക്കിനെയാണ് പറഞ്ഞത്, അറ്റംപ്റ്റ് അല്ല പറയുന്നത്. മാർക്ക് എത്ര വരും എന്നുള്ളതാണ്. ഇവിടെ QAയിലേക്ക് നോക്കിയാൽ ഒരു സേഫ് എന്ന് പറഞ്ഞാൽ 20 to 24 നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. റീസണിങ്ങിലേക്ക് നോക്കുമ്പോൾ 26 to 33 എന്തായാലും അത് ചെയ്യാൻ പറ്റും. അതിനകത്ത് അത് സെക്ഷൻ A നല്ലപോലെ അറ്റൻഡ് ചെയ്തവർക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് എങ്ങനെയായാലും 30 എബോവ് വരും, എന്നാലും 28 to 32 പറയാം. GA 18 അത്യാവശ്യം നല്ല എളുപ്പമുള്ള SBIനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് വന്നത്, 18 to 22. സോ അങ്ങനെ ഒരു സേഫ് അറ്റംപ്റ്റിലേക്ക് വരുമ്പോൾ 92 to 109, 90 എബോവ് എന്നുള്ള ഇതിലേക്ക് വിത്ത് ആക്യുറസി, വിത്ത് ഏകദേശം 90% ആക്യുറസി ആയാൽ രക്ഷപ്പെടും. അതായത് ഒരു 100 എണ്ണം ചെയ്ത ഒരാൾ അതൊക്കെ 90% ആക്യുറസി ആണെങ്കിൽ അയാളുടെ ശരി എണ്ണം 90 ആയിരിക്കും. പക്ഷേ 10 എണ്ണം തെറ്റിപ്പോവും. സോ അത് എവിടെ നിന്ന് കുറയും? 90യിൽ നിന്ന് കുറയും. സോ 90യിൽ നിന്ന് 2.5 മാർക്ക് കുറയും. അപ്പോൾ അയാളുടേത് 87.5 വന്ന് ലാൻഡ് ചെയ്യും. അത് ഓർക്കുക അതിനകത്ത്. സോ ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് 90% ആക്യുറസി, 90-95% ആക്യുറസി ഉള്ളവർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അറ്റംപ്റ്റിൽ വെച്ചിട്ട് നിങ്ങളുടെ ഏകദേശം അറ്റംപ്റ്റ് കൂട്ടുമ്പോൾ ഇത്രയും വരുന്നെങ്കിൽ, മാർക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തതെല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. സോ ഇതാണൊരു സേഫ് അറ്റംപ്റ്റിലേക്ക് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് എന്താണൊരു കട്ട് ഓഫ് ഇപ്രാവശ്യം വരാൻ ചാൻസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ അത് കണ്ടു. നമുക്കിനി കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് എന്തായിരുന്നു, വേക്കൻസി എന്തായിരുന്നു, അതിൻ്റെ കട്ട് ഓഫ് എന്തായിരുന്നു, അതനുസരിച്ച് ഈ പ്രാവശ്യത്തെ വേക്കൻസി എന്താ, കട്ട് ഓഫ് എങ്ങനെ വരും എന്ന് പ്രവചിക്കാനൊന്നും ആൾ ഞാനല്ല. എന്നിരുന്നാലും എങ്ങനെയാണ് ഈ കട്ട് ഓഫ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. കട്ട് ഓഫ് തീരുമാനിക്കുന്നത് എപ്പോഴും 3 ഫാക്ടർ വെച്ചിട്ടായിരിക്കും. മെയിൻ 2 ഫാക്ടറുണ്ട്. ഒന്ന് നമ്പർ ഓഫ് വേക്കൻസീസ്, വേക്കൻസി കൂടിയാൽ എന്നുള്ളത്. 2 എക്സാം ലെവൽ എങ്ങനെയാണെന്ന് നോക്കുന്നു. അതിനകത്ത് 3 ഒരെണ്ണം കൂടെ ഉണ്ട്, സ്റ്റുഡൻസ് ട്രെയിനിങ് ക്വാളിറ്റി ഓർ കോമ്പറ്റീഷൻ ഹൈ ആയി, അതായത് നല്ല ട്രെയിനിങ് ക്വാളിറ്റി കൊടുത്തു വിടുന്ന സ്റ്റേറ്റിൽ അവിടെ അവർക്ക് കട്ട് ഓഫ് ഭയങ്കര ഹൈ ആയിരിക്കും, വേക്കൻസി കൂടിയാൽ പോലും. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ് ഞാനിത്. ഇത് 2024 കേരള, കർണാടക, തമിഴ്നാട് വേക്കൻസിയാണിത്. നമ്മുടെ കുട്ടികൾ കൂടുതലും പോയി എഴുതുന്ന 2 സംസ്ഥാനമാണ് തമിഴ്നാടും കർണാടകയും. അവിടെ എന്തായിരുന്നു അവസ്ഥ എന്ന് നോക്കാം. അതിനകത്ത് നമ്മുടെ വിചാരം എന്താ വെച്ചാൽ വേക്കൻസി കൂടുമ്പോൾ കട്ട് ഓഫ് കുറയുമെന്നാണ് നമ്മുടെ വിചാരം. അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിച്ച് കളയരുത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഈ 3 ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നിങ്ങൾ. കഴിഞ്ഞ വർഷം കേരളത്തിൽ വേക്കൻസി ഉണ്ടായിരുന്നത് 106 ആണ്.
എന്നാൽ കർണാടകയിൽ അത് 457 തമിഴ്നാട്ടിൽ 665. സോ കേരളത്തിൽ വന്ന കട്ട് ഓഫ് ഇത് 100-ലാണ് 39.75, അതായത് 79.5 200-ൽ, അതാണ് കട്ട് ഓഫ്. എന്നാൽ നിങ്ങൾ നോക്കുക, 106-ൽ നിന്ന് 457 വേക്കൻസി ആയപ്പോൾ നിങ്ങൾ കരുതും കട്ട് ഓഫ് ഒത്തിരി കുറയുവാൻ. കട്ട് ഓഫ് അതിന് മാത്രമൊന്നും കുറഞ്ഞില്ല, 38.25, അതായത് 76.5, 2.5 മാർക്കിൻ്റെ വ്യത്യാസം അതിലേക്ക്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളക്കാർ ഏറ്റവും കൂടുതൽ എഴുതാൻ പോകുന്ന തമിഴ്നാട്ടിൽ 665 വേക്കൻസി ഉണ്ട്. 106 എവിടെ കിടക്കുന്നു, 665 എവിടെ കിടക്കുന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 39.75 കട്ട് ഓഫ് വന്ന കേരളത്തിനേക്കാൾ കൂടുതൽ വന്നു 41.25, അതായത് 82.5 കട്ട് ഓഫ് വന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ മിഥ്യാധാരണകൾ പുലർത്തരുത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, എന്തുകൊണ്ട് തമിഴ്നാട് കേരളത്തിനേക്കാൾ കൂടുതൽ വന്നു? തമിഴ്നാട് കേരളത്തിനേക്കാൾ കൂടുതൽ വന്നതിന് ഒറ്റ ചാൻസേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് എല്ലാവരും തമിഴ്നാട്ടിൽ പോയി എഴുതി. കേരളത്തിൻ്റെ ട്രെയിനിങ് സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആയതുകൊണ്ട് എഴുതിയ കുട്ടികളുടെ കോമ്പറ്റീഷൻ കൂടി. അപ്പോൾ 665 പേരെ എടുക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ കട്ട് ഓഫ് സാധാരണ കൂടി. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ ആരെങ്കിലും കണ്ണു അടച്ച് കട്ട് ഓഫ് വേക്കൻസി കൂടുതലാണല്ലോ അതുകൊണ്ട് കട്ട് ഓഫ് കുറയും, അങ്ങനെയല്ല. അതെപ്പോഴും ഓർക്കുക. സോ ഈ പ്രാവശ്യം ഇതിലേക്ക് നോക്കാം. കേരളം 106-ൽ നിന്ന് 354-ലെത്തി. കർണാടക 457, 3 ഇരട്ടിയായി, 1386. കാരണം കർണാടകയിലാണ് കാനറ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. കാനറ ബാങ്ക് ഇത് പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ക്ലർക്കിൻ്റെ എല്ലാം വേക്കൻസി കൂട്ടി ഏകദേശം 15,000 എബോവായി. അതിൽ കാനറ ബാങ്ക് കൂടി. സോ കാനറ ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ കർണാടകയിൽ അത് പ്രതിഫലിച്ചു. 1386. കർണാടക അപ്ലൈ ചെയ്തവർക്കൊരു സന്തോഷ വാർത്ത. തമിഴ്നാട് അത് ഇരട്ടിയായി, 600 ഇഷ്ടം. കാരണം ഇന്ത്യൻ ബാങ്ക് തമിഴ്നാട്, അതുകൊണ്ട് 1217 വേക്കൻസിയായി. സോ ഇതാണ് വേക്കൻസികളിലേക്കുള്ളത്. എന്നാൽ ഇപ്രാവശ്യം എക്സാം ഈസി ടു മോഡറേറ്റ് എന്ന ലെവലിലേക്ക് പോയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭയങ്കരമായി കട്ട് ഓഫ് താഴുമെന്ന് വിചാരിക്കരുത്. ഞാനിതിനെക്കുറിച്ച് പ്രവചിക്കാൻ ആളല്ല. എന്നിരുന്നാലും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, കേരളത്തിൽ ഇതിനേക്കാൾ കട്ട് ഓഫ് കുറയില്ല. 79.5-നേക്കാൾ കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഇല്ല. ഞാൻ 200-ൽ ജസ്റ്റ് ഒന്ന് നോക്കാം. 200-ൽ ഞാൻ പറയുന്നു ഒരു 80 to 84 എങ്ങനെയാണെങ്കിലും വരും. അതിൽ കൂടാനാണ് ചാൻസ്. കുറയാനുള്ള ചാൻസ് ഇപ്പോഴത്തെ ഇതിൽ ഇല്ല. കാരണം 354-ആയി. കേരളത്തിൽ ആൾക്കാർ എഴുതാൻ കുറവാണെങ്കിൽ മാത്രം. പക്ഷേ ഇപ്രാവശ്യം താരതമ്യേന കേരളത്തിലും വേക്കൻസി ഉള്ളതുകൊണ്ട് ആളുകൾ എഴുതാൻ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിലേക്ക് വന്നാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കർണാടകയിലേക്ക് വന്നാൽ 1386-ൽ വരുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇത്, കാരണം കേരളത്തിനേക്കാൾ 3 ഇരട്ടി ഇല്ല 4 ഇരട്ടിയോളം അതിന് ഇതുണ്ട്. കാരണം അവിടേക്ക് ആളുകളുടെ ഒഴുക്കുമായിരുന്നു. സോ പറയാം, ഒരു 73. ഞാൻ ജനറലിൻ്റെ ആണ് പറയുന്നത്, ബാക്കിയുള്ളവരുടെ അതിനേക്കാൾ കുറയുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനകത്ത് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ 82.5 ആയിരുന്നത് ഇരട്ടി ആയിരിക്കുമ്പോൾ വീണ്ടും അത് ഇതിലേക്ക് പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാരണം ഒത്തിരി കുട്ടികൾ തമിഴ്നാട്ടിൽ പോയി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കേരളത്തിൻ്റെ ഒരു കട്ട് ഓഫ് പോലെ തന്നെ തമിഴ്നാടിന് ജനറൽ കാറ്റഗറിയിൽ പ്രതീക്ഷിക്കാം. കാരണം എക്സാമിൻ്റെ ലെവൽ അത്രമാത്രം ഈസി ടു മോഡറേറ്റ് ആയതുകൊണ്ട് ഇതുമാകാം, ഇതിൻ്റെ ടോപ്പും ആകാം. താഴേക്ക് പോയാലും ഞാൻ എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് ഇത്രയും കാലത്തെ ഇത് വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അറ്റംപ്റ്റ് വരുന്നത് 92, അറ്റംപ്റ്റ് അല്ല മാർക്ക് 92 to 109 വന്നവർക്ക് ഒരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല. അവർക്കത് കിട്ടിയിരിക്കും. ഞാൻ അല്ലാത്തവർക്കുള്ള പ്രതീക്ഷകളാണ് ഞാൻ പറഞ്ഞത്. ഇത് ജനറൽ കാറ്റഗറിയുടെയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ താഴാം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ സാധാരണ ഒരു ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്. മുകളിലേക്കും ആകാം. ബാക്കി OBC കാര്യങ്ങൾക്കൊക്കെ ഇതിനേക്കാൾ കുറവായിരിക്കും വരുന്നതെന്ന് ഓർക്കുക. സോ ഇതാണ് മൊത്തത്തിൽ ഒരു അനാലിസിസ് എന്ന്, പ്രഡിക്ഷനേക്കാൾ ഉപരി ഒരു അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ IPS ക്ലർക്ക് 2025 മെയിൻസ് November 29 എക്സാം അനാലിസിസ്, ഷിഫ്റ്റ് 1 എക്സാം അനാലിസിസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതായാലും പരീക്ഷ എഴുതി കഴിഞ്ഞവർക്ക് അതൊരു ശുഭപ്രതീക്ഷയുടെ ഇതായിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, SBI ക്ലർക്കിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം, നല്ലപോലെ എഴുതിയവർക്ക് ഇവിടെ അതിനേക്കാൾ ഭയങ്കരമായി എഴുതാനൊരു അവസരം കിട്ടി. SBI ക്ലർക്കിന് തെറ്റായി, അതായത് പിശക് പറ്റിയവർക്ക് ഇവിടെ തിരുത്താനുള്ള അവസരം പറ്റി. എന്നാൽ ഡിസംബർ 2 നടക്കുന്ന എക്സാമിലേക്കുള്ളവർക്ക് ഇതൊരു ചൂണ്ടുപലകയാണ്. അവിടെ എക്സാം ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ട് ആയാൽ അത് നോർമലൈസേഷനിലേക്ക് വരും. അതിനുള്ള ചാൻസാണ് കൂടുന്നത്. സോ എല്ലാം നോക്കി ചെയ്യുക.
നിങ്ങളുടെ കഠിനാധ്വാനം ഒരിക്കലും പാഴാകുകയില്ല എന്ന് ഓർത്തോളുക. അതിൻ്റെ ഫലം എന്നായാലും നമുക്ക് കിട്ടിയിരിക്കും അതിനകത്ത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേരുന്നു. മുന്നോട്ടുള്ള RRB PO ക്ലർക്കിന് നിങ്ങൾ അതിഭയങ്കരമായി പഠിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഇതിവിടെ വിട്ടേക്കുക, എഴുതി കഴിഞ്ഞാൽ അവിടെ വിട്ടേക്കുക. നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഒരിക്കലും നമ്മുടെ റിസൾട്ട് തിരിച്ചു വരില്ല. എങ്കിലും നിങ്ങളുടെ അറിവിലേക്കായി കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ ശക്തി, നിങ്ങളിലുള്ള ആത്മവിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. എല്ലാ പരീക്ഷ എഴുതാനും മുന്നോട്ടുള്ള പരീക്ഷകളിൽ തോൽവികളിൽ നിന്ന് പാഠം പഠിച്ച് ഉയർത്തെഴുന്നേറ്റ് വരാൻ നിങ്ങൾക്കൊക്കെയും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സൈനിങ് ഓഫ്, ടോബി ശരത്.